ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ 2021 മെയ് 16 വരെയാണ് ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു ലോക്ക്ഡൗൺ ഇനിയും നീട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മറ്റൊന്നുമല്ല, നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കോവിഡ് റിപ്പോർട്ടുകൾ നോക്കിയാൽ തന്നെ ഇതിൻ്റെ കാരണം മനസ്സിലാവും. ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദിവസമാണ് കഴിഞ്ഞ ദിവസം. അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കാര്യമായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ നീട്ടുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. ഈ ഒരു ലോക്ക്ഡൗണിൽ ഇളവുകൾ നൽകിയാൽ അത് ഇനിയും ഈ ഒരു കോവിഡ് കേസുകളും അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുകളൊക്കെ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ICMRൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ലോക്ക്ഡൗൺ തുടരണമെന്നുള്ളതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുകൾ 10% മുകളിലുള്ള ജില്ലകൾ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ തന്നെ വീണ്ടും പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ICMRൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അറിയിപ്പ്. കഴിഞ്ഞ 12 ദിവസത്തിൽ മാത്രം 745 പേരാണ് ഈ ഒരു കോവിഡ് കാരണം മരണപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ അവസ്ഥ നോക്കിയാൽ എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ഈ 4 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 ജില്ലകളിൽ തീർച്ചയായിട്ടും ലോക്ക്ഡൗൺ നീട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാവും, ദിവസവേതനക്കാർ, അതുപോലെ തന്നെ ഹോം നേഴ്സ്, ഇവർക്കൊക്കെ ഡെയിലി ഇ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അവർ ഡെയിലി ഇ പാസ് എടുക്കേണ്ട ആവശ്യമില്ല. അവർ സാക്ഷ്യപത്രം, അതായത് ഈ ഒരു ലോക്ക്ഡൗൺ തീരുന്നത് വരേക്കുള്ള ഒരു പാസ് അവർക്ക് ഉണ്ടാക്കിയാൽ ഡെയിലി ആ ഒരു പാസ് വെച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ അവരുടെ ഹോസ്പിറ്റലിലെ രേഖകൾ, അതായത് അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഒരു സത്യവാങ്മൂലം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കയ്യിൽ കരുതുക. അവരൊന്നും ഇ പാസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ ഒരു ലോക്ക്ഡൗൺ നീട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായക തീരുമാനം 16 ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ നീട്ടണോ അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും ഇളവ് വരുത്തണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക.